പള്ളിയോടുകൂടി തുടങ്ങിക്കോ. അന്ന് പോയ ലിങ്ക് ഷെയർ ചെയ്യുന്നില്ല. ലൈവ് വന്നല്ലോ. ഒന്നുണ്ട് ഗ്രൂപ്പിൽ ലൈവ് ഓപ്പണായി. ലൈവ് ഓപ്പണാണ്. വെച്ചോ. ഓക്കെ. ലിങ്ക് എല്ലാവരും ഷെയർ ചെയ്യണം. കുറച്ച് ഈ ഭാഗത്ത് നിൽക്കുക. ഇപ്പുറത്ത് അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ വളരെ അടിയന്തരമായിട്ട് ഒരു പൊതു പ്രശ്നമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ലൈവുമായിട്ട് വന്നിട്ടുള്ളത്. നാട്ടുകാർ മൊത്തം ഒരുമിച്ചുണ്ട്. അടിച്ചേരിയിലുള്ള അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രിയ സഹോദരന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ചാരിറ്റി വീഡിയോ. പുള്ളിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടുള്ള ഒരു ചികിത്സാ സഹായം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തത്. സഹായ സമാഹരണമായി മുമ്പോട്ട് പോയ സമയത്ത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഏകദേശം 5 ലക്ഷം രൂപയോളം നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മുടെ അക്കൗണ്ട് ബ്ലോക്കായി എന്ന് കാണുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ട് ഓൺലൈൻ വഴി ബാങ്കിൽ റിപ്പോർട്ട് അടിച്ചിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ, UPI ട്രാൻസാക്ഷൻ മൊത്തം ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോയി. ഇപ്പം ബാങ്കിന്റെ ഒരു പുതിയ നിയമമുണ്ട്. 24 മണിക്കൂർ കൊണ്ട് 200 ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ എന്നുള്ള ഒരു നിയമം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏതോ ഒരാള് ഇങ്ങനൊരു ചതി ചെയ്തിട്ടുണ്ട്. ആ ചതി ചെയ്തതിന്റെ പേരിൽ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ആവുകയും പൈസ അയക്കാൻ മുന്നിട്ട് വരുന്ന ആളുകൾക്ക് പൈസ അയക്കാൻ പറ്റാതാവുകയും ചെയ്തിട്ടുണ്ട്. വളരെ സങ്കടാർഹം, വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവുമായിട്ട് എല്ലാ നാട്ടുകാരുടെയും കൂടെ വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ചതി ആരും ചെയ്യാൻ പാടില്ല. അത്രയും സങ്കടത്തിൽ ഒരു കുടുംബത്തിന്റെ വളരെയധികം ദയനീയ അവസ്ഥ, ആ കുടുംബത്തിന് വേറൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ആ മക്കളെ അനാഥരാവരുത് എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് നാട്ടുകാർ വളരെ വിങ്ങലോടുകൂടി നിങ്ങളോട് ഓരോ ആളുകളോടും സഹായ അഭ്യർത്ഥനയായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിലാണ് പിന്നീട് ആ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇതിനു വേണ്ടി ഇവര് നാട്ടിലുള്ള ഈ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ കീഴിലുള്ള ആളുകൾ പോയി ബാങ്കിൽ പോയി കൃത്യമായി വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു ചതി നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയാൻ ഇട വന്നത്. അവർ കൃത്യമായി RBI വഴി അന്വേഷിച്ചു. ഇങ്ങനൊരു ബ്ലാക്ക് ലിസ്റ്റിൽ ഈ അക്കൗണ്ട് പെടുത്തിയിട്ടുണ്ട്. അത് ഇനിയിപ്പോ ആ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് പോകണമെങ്കിൽ 2-3 ദിവസം പിടിക്കും. കാരണം ഒരു വീഡിയോ വന്നാൽ നമുക്കറിയാം അത്രയും അടിയന്തരമായിട്ട് തന്നെ സഹായം സമാഹരിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആവശ്യക്കാർക്ക്, രോഗികൾക്ക് സഹായം സമാഹരിച്ച് നൽകാറുണ്ട്. പക്ഷെ ഇതിന് സംഭവിച്ചത് വളരെ സങ്കടാർഹമാണ്. ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ, വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നുമായി ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സത്യത്തിൽ വളരെ സങ്കടപ്പെട്ടു പോയി. ആ കുടുംബത്തിന്റെ ആ ഭാര്യ, ഞാൻ ജസ്റ്റ് ആ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തരെയും കാണിക്കാം. ആ കുടുംബത്തിന്റെ സ്ഥലത്ത് പോയ സമയത്ത് ആ ഭാര്യ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാല്, ഒരു കാലത്തും നമ്മളെ ഒരാളെ മുമ്പിൽ കൈനീട്ടാതെ എന്നെ നോക്കി എന്റെ പൊന്ന് ഇക്കയാണ്, എന്റെ മക്കളെ ഇന്ന് വരെ ഒരാളെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു സാഹചര്യം വന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ തന്നെ വളരെ സങ്കടത്തോടെ പറയുന്ന ആ ഭാര്യയുടെ മക്കളെയും, ആ മക്കള് കരഞ്ഞുകൊണ്ട് പറയുന്ന എന്റെ ഉപ്പാനെ രക്ഷിക്കണേ. കാരണം എന്ന് വെച്ചാല് ആ മക്കൾക്ക് വേറെ ആരുമില്ല ആശ്രയമായിട്ട്, ആ കുടുംബത്തിന് വേറെ ആരുമില്ല.
ആ മക്കൾക്ക് പിതാവിനെ തിരിച്ചു കൊടുക്കണമെങ്കിൽ, ആ ഉമ്മാക്ക് മകനെ തിരിച്ചു കൊടുക്കണമെങ്കിൽ, ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമേ അതിന് സാധിക്കൂ എന്ന് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. എന്നിരുന്നാലും ഈ ചതി ചെയ്ത ആളുകൾക്ക് പടച്ചോന് അവർക്കുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ പള്ളിയുടെ മുമ്പിൽ വെച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 4 മണി നമ്മൾ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് 4:30 മണിയായി പോയി. ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളോട് പറയുന്നതായിരിക്കും. ഉസ്താദ് പറയൂലേ? ഉസ്താദ് പറഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെ നാട്ടുകാരനായ അബ്ദുറഹ്മാൻ, നേരത്തെ അബ്ദുറഹ്മാന് വേണ്ടി ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. സാധാരണ കൂലിപ്പണിക്കാരനായി, ഒരു മരം വെട്ടുകാരനായി നാട്ടിൽ പണിയെടുക്കുകയും കുടുംബത്തെ വളരെ നന്നായി പോറ്റുകയും ചെയ്ത ആ സഹോദരൻ വളരെ പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധികം ഉണ്ടായിട്ടുള്ളത്. ധാരാളം അപകടങ്ങൾ വന്നു. ആ അപകടങ്ങളൊക്കെ തരണം ചെയ്ത് നല്ലൊരു രീതിയിൽ എത്തിയപ്പോഴാണ് വീണ്ടും അദ്ദേഹം പണിക്ക് പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ രോഗം ബാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാട്ടുകാരായ ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പലരെയും സമീപിച്ചത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പുറം ലോകത്ത് അദ്ദേഹത്തിൻ്റെ ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ വളരെ ദയനീയമായ അവസ്ഥ, ഒറ്റ ദിവസം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഷെയറിങ്ങും മുഴുവൻ എല്ലാ പ്രദേശങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോലും എത്തുകയും ധാരാളം സംഭാവനകൾ അതിലേക്ക് വരികയും ചെയ്തതിൻ്റെ ഇടയിലാണ് ഈ ഒരു അവസ്ഥാവിശേഷം നമുക്ക് വന്നിട്ടുള്ളത്. വളരെ ദയനീയമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നാലും നിയമത്തിൻ്റെ മുന്നിൽ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കുകയും നമ്മളെപ്പോലെ ഒരു ചെറുപ്പക്കാരനായി ഈ നാട്ടിലൂടെ നടന്ന് കുടുംബത്തിനെ പണിയെടുത്തുകൊണ്ട് പോറ്റുന്ന ഒരു സുഹൃത്തായി, ഒരു സഹോദരനായി ആ അദ്ദേഹത്തെ കൊണ്ടുവരേണ്ടുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരുടെയും എത്ര ചെറിയ തുകയാണെങ്കിൽ നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ കമ്മിറ്റിക്ക് വേണ്ടി അതിൻ്റെ ഒരു കൺവീനർ എന്ന നിലയിൽ മുഴുവൻ നാട്ടുകാരോടും സഹോദരിമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനു മുമ്പേ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞ ആ വോയിസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ, അതായത് UPI, IMPS ഇതൊക്കെ പോകുന്നത് NPCI വഴിയാണ്. RBIന്റെ ഒരു സബ്സിഡിയറിയാണ് NPCI. നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ഫണ്ട് അയച്ചു കഴിഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞ UPI ആയിട്ടോ അല്ലെങ്കിൽ IMPS ആയിട്ടോ അയച്ചു കഴിഞ്ഞാൽ അത് നേരെ NPCIയിൽ പോയിട്ടാണ് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അവർ അയക്കുന്ന സമയത്ത് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ബാങ്കിലേക്കല്ല അതിൻ്റെ ഇത് വരിക, നേരെ പോകുന്നത് NPCIയിലേക്ക്. അതായത് ഇപ്പോൾ ഈ അക്കൗണ്ട് സസ്പീഷ്യസ് അക്കൗണ്ട് ആണെന്നിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ അത് റിസീവ് ചെയ്യില്ല, നേരെ പോകുന്നത് NPCIയിലേക്ക്. അപ്പോൾ അവരത് ബ്ലോക്ക് ചെയ്ത് നോക്കും. നെഗറ്റീവ് ലിസ്റ്റ് എന്നിട്ടൊരു ഇതുണ്ടാവും, അതിലേക്ക് ഈ അക്കൗണ്ടിൻ്റെ നെഗറ്റീവ് ലിസ്റ്റിലേക്ക് മാറ്റും. അതാണ് ഈ പ്രശ്നം പറ്റിയത്. അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇവർ നമ്മുടെ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇതാണ് പ്രശ്നം പറ്റിയത്. ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കാരണം വെച്ചാൽ അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ 2 ദിവസമായി രാവും പകലുമായി ബാങ്കിൽ കയറി ഇറങ്ങി ഈ കമ്മിറ്റിക്കാർ മൊത്തം ശ്രമിക്കുകയാണ്. ശ്രമങ്ങൾ പരാജയപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ആ ശ്രമത്തിന് ഒരു ആശ്വാസം പകരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. കാരണം വെച്ചാൽ അത്രയും ദയനീയമാണ് ആ സഹോദരന്റെ അവസ്ഥ. എത്രയും പെട്ടെന്ന് ആ മജ്ജ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ജീവന് തന്നെ അപായം സംഭവിക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അത് അറിഞ്ഞതിൽ പിന്നെ കുടുംബത്തിന്റെ അവസ്ഥ, കുടുംബത്തിന്റെ പൊട്ടിക്കരച്ചിൽ കാണാനും നോക്കാനും കേൾക്കാനും പറ്റാത്തൊരു സ്ഥിതിയാണ്. കാരണം നമ്മൾ വീഡിയോ ചെയ്ത് 2ാമത്തെ ദിവസം തന്നെ വളരെ അത്യാഹിത നിലയിൽ തന്നെ ആ സഹോദരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹോസ്പിറ്റലുകാർ പറഞ്ഞ എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കണം, സഹോദരൻ തന്നെയാണ് മജ്ജ കൊടുക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചതി വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെയധികം സങ്കടാർഹമായി. കാരണം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് യാതൊരു പിടുത്തവും ഇല്ല. UPI വഴി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിമിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും ആ ലിമിറ്റേഷനിൽ പെടുന്ന കാര്യമല്ല ഇത്. ബ്ലാക്ക് ലിസ്റ്റിലേക്ക് അക്കൗണ്ട് മനഃപൂർവ്വം റിപ്പോർട്ട് അടിച്ചതിന്റെ പേരിലാണ് ബ്ലാക്ക് ലിസ്റ്റിൽ ഈ അക്കൗണ്ട് പെടുകയും ഒരു തരത്തിലും അത് റിക്കവറി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കമ്മിറ്റിക്കാരും കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും എല്ലാവരും പോയി ബാങ്കിൽ നിത്യേന അവരുടെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. അതേപോലെ മെമ്പറെ ലെറ്റർ നൽകി, പിന്നെ രോഗവിവരത്തിന്റെ ലെറ്റർ നൽകി. ബാങ്കുകാർ RBIക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള എല്ലാവിധ സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലെറ്റർ, ബാങ്കിൽ കൊടുത്ത ലെറ്ററാണിത്, നിങ്ങൾ കാണണം. 35 ലക്ഷം രൂപ വെറും സർജറിക്ക് മാത്രമാണ് ഹോസ്പിറ്റലുകാർ
എസ്റ്റിമേറ്റ് നൽകിയിട്ടുള്ളത്. ഈ 35 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാ ഹോസ്പിറ്റലുകാർ എസ്റ്റിമേറ്റ് നൽകിയത് 35 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് നൽകിയത്. ഒരു കൂലിത്തൊഴിലാളിയായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ വളരെ നല്ല രീതിയിൽ തൊഴിൽ ചെയ്തെങ്കിലും കുടുംബം വളരെ അന്തസ്സിൽ നോക്കി വരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി വന്നതിൽ പിന്നെ ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ്. കാരണം വെച്ചാൽ ആ കുടുംബത്തെ നമുക്ക് കരകയറ്റണമെങ്കിൽ, ആ കുടുംബത്തിന് നമ്മളൊരു ആശ്രയമാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ സമാഹരിച്ച് ആ പ്രിയ സഹോദരന് വേണ്ടി എത്രയും പെട്ടെന്ന് സമാഹരണം പൂർത്തിയാക്കി സർജറിക്ക് വിധേയമാക്കണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ വൈകുന്നോറും ഓരോ നിമിഷം വൈകുന്നോറും പുള്ളിയുടെ ആരോഗ്യസ്ഥിതി വളരെ ദയനീയമായി വരികയാണ്. കാരണം ആ ഭാര്യയുടെ മക്കളുടെയും ആ കുടുംബത്തിന്റെ ഉമ്മയുടെ ഒന്നും കരച്ചിൽ കേൾക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇന്ന് ഒരു നാട് മുഴുവൻ ആ പ്രിയ സഹോദരന് വേണ്ടി വിങ്ങലോട് കൂടി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രിയ സഹോദരൻ ഈ നാടിന് എത്ര വലിയ പ്രിയപ്പെട്ടവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഓരോ ആളുകളും ആ പ്രിയ സഹോദരന് വേണ്ടി സഹകരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുകയാണ്, സഹായം സമാഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. വീഡിയോ ഓരോ ആളുകൾക്കും അയച്ച് മറ്റുള്ള ആളുകളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ചു, മറ്റുള്ള ആളുകളെ കൊണ്ട് ഈ വീഡിയോന് ഫണ്ട് നൽകണമെന്ന് പറഞ്ഞും അഭ്യർത്ഥിച്ചും ആ ഫണ്ട് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കി വരുന്ന സമയത്ത് ഫണ്ട് അയക്കാൻ പോകുന്ന സമയത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിംഗ് ആണ്. ഇവർക്ക് ഫണ്ട് അയക്കാൻ പറ്റുന്നില്ല, ഫണ്ട് വരുന്നില്ല, അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയി അന്വേഷിച്ച്, നമ്മളെല്ലാ കമ്മിറ്റിക്കാർ നല്ല ജനകീയമായിട്ടുള്ള ശക്തമായിട്ടുള്ള കമ്മിറ്റിയാണ്, കമ്മിറ്റിക്കാർ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തതയും കൃത്യതയും ബാങ്കിൽ നിന്ന് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഒരു ലൈവുമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഏത് സമയമാണ്, ഇന്ന് 12 മണിയാകുമ്പോഴത്തേക്ക് അക്കൗണ്ട് ഓപ്പൺ ആവുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് അവർ നിയമ നടപടിയായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. കമ്മിറ്റിക്കാരാണ് സ്ട്രോങ് ആയി നിൽക്കണം. നിങ്ങൾ സ്ട്രോങ് ആയിക്കൂലേ മെമ്പർ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമുള്ള കാര്യങ്ങളാണ്. ഇതിനുവേണ്ടി കഴിഞ്ഞ 2-3 ദിവസമായി മനക്കെട്ട് നമ്മളെ കമ്മിറ്റിക്കാർ ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയാണ്. ഇന്നലെ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇന്ന് രാത്രിയോ അല്ല നാളെയോ ആയിട്ടോ ബാങ്ക് അക്കൗണ്ട് ചാലുവാകുന്നതാണ് ഇപ്പം കിട്ടിയ വിവരമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സഹോദരനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ ഈ ജനങ്ങളുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ ഈ സത്യാവസ്ഥ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഇത്രയും ആളുകളോട് കൂടിയിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അബ്ദുറഹ്മാന്റെ ചികിത്സാ സഹായത്തിന് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും പൊതുജനങ്ങളുടെ ഭാഗത്തും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്, അറിയിക്കാനുള്ളത്. അതിനുവേണ്ട ധനസമാഹരണത്തിനും അതുപോലെ തന്നെ മറ്റ് വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിനും ആവശ്യമായ മുഴുവൻ ഇടപെടലും എല്ലാവർക്കും ഉണ്ടാവണം. ഇദ്ദേഹം പാവപ്പെട്ട ഒരു തൊഴിലാളിയാണ്, നമ്മളിവിടുത്തെ ഒരു വളരെ പാവപ്പെട്ട ഒരാളാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഇതിനു മുന്നേ തന്നെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം നികൃഷ്ട കാര്യങ്ങൾ ആര് ചെയ്താലും അവരെ ഇതിന് ശേഷം ഇൻഷാ അല്ലാ നമ്മൾ കമ്മിറ്റിക്കാരെല്ലാം കൂടി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി ഈ ഒരു ദുരവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്നാണ്, അതൊരു പാഠമായിരിക്കണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റാണ്, അടിച്ചേരി മഹല്ല് കമ്മിറ്റി പ്രസിഡന്റാണ്. പ്രസിഡന്റ് നിലയിൽ എനിക്ക് ഒരുപാട് വർഷങ്ങളായി ഇവിടെ കല്യാണം കഴിച്ച മുതലുള്ള കുറേ വർഷങ്ങളായി ഈ അബ്ദുറഹ്മാൻ അറിയുന്നതാണ്. വളരെ നല്ല വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ നാട്ടുകാർ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടാൻ പ്രധാന കാരണം അതാണ്. ഞങ്ങൾക്ക് കൂട്ടിയാൽ കൂടാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായി പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ വരാൻ കാരണം. ഞാൻ ബാലകൃഷ്ണൻ, ഒരു പൊതുപ്രവർത്തകനാണ് അടിശ്ശേരിയിലെ. നമ്മുടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ അടിശ്ശേരി വന്ന് കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഒരാളാണ്. നല്ല സ്വഭാവക്കാരനും അതുപോലെ തന്നെ കഠിനാധ്വാനിയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഉണ്ടായത്. ആ അസുഖത്തിൻ്റെ പേരിൽ നാട്ടുകാരുടെ കമ്മിറ്റി ഉണ്ടാക്കി അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തെങ്കിലും നിർഭാഗ്യവശാൽ ഇനി ചില അവസരങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ചികിത്സക്ക് ആവശ്യമായ അക്കൗണ്ട് ബ്ലോക്ക് ആവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് മാറുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. എന്തായാലും ആ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നും നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്. എൻ്റെ പേര് പ്രഭാകരൻ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൊളച്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഇന്നിങ്ങനെ നവമാധ്യമങ്ങളുടെ മുമ്പിൽ വരേണ്ട സാഹചര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അബ്ദുറഹ്മാൻ എന്ന ഒരു ചെറുപ്പക്കാരൻ കാരണമായൊരു രോഗം പിടിപെട്ട് ഇപ്പോൾ ചികിത്സയിൽ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരവസ്ഥയാണിത്. ഇന്നലെ ചികിത്സാ കമ്മിറ്റി ഉണ്ടാക്കി ജനങ്ങളുടെ നവമാധ്യമങ്ങളും വിദേശങ്ങളും അടക്കങ്ങളിൽ നമ്മൾ ധനസഹായം അഭ്യർത്ഥിക്കുമ്പോൾ
ഈ ഒരു അവസ്ഥയുടെ അനുഭവപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ അബ്ദുൾ റഹ്മാനെ സഹായിക്കുവാൻ ഈ നാട് മലപ്പട്ടം പഞ്ചായത്തിലെ അടിച്ചേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നമ്മളെ ഈ ചികിത്സാ നിധിയുമായിട്ട് എൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ കല്ലോത്ത് ശിവക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണനാണ്. അബ്ദുറഹ്മാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നാട്ടിൽ ഏത് പ്രശ്നത്തിനും എന്ത് കാര്യത്തിനും എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു കക്ഷിയാണ്. സാമ്പത്തികമായിട്ട് വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം. സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി സ്വന്തം കുടുംബം പോറ്റുന്ന ഒരു വ്യക്തിയാണ്. അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും ഈ നാട്ടിലെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ അബ്ദുറഹ്മാന്റെ പുറകിൽ ഉണ്ടാകും എന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ഇത്തരം കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചവരെ ഇനിയെങ്കിലും നിങ്ങൾ ഈ നാട്ടുകാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്തു പോയ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇനി തുടർന്ന് അങ്ങോട്ട് ഏത് വിധത്തിലുള്ള സഹായം ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ മലപ്പട്ടം വാസന്തി പി CPM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി അംഗം. ഈ നാട് ഒന്നടങ്കം ഇങ്ങനെ ഒരു വീഡിയോവുമായി നിങ്ങളുടെ മുമ്പാകെ എത്താനുണ്ടായ സാഹചര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അബ്ദുൾ റഹ്മാൻ ഉമൈബ കുടുംബത്തിന്റെ അതിദാരുണമായ രോഗം പിടിപെട്ട് ആ കുടുംബത്തെ എങ്ങനെ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവരാമെന്ന് നാടൊന്നാകെ കൈകോർക്കുമ്പോഴാണ് ഇത്തരം നീചമായ പ്രവൃത്തിയുമായി ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം നമ്മളെ മുന്നിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. എന്ത് വന്നാലും നമ്മൾ ഈ നാട് ഒന്നടങ്കം കൈകോർത്തുകൊണ്ട് അത് തരണം ചെയ്തുകൊണ്ട് ആ സങ്കീർണ പ്രശ്നങ്ങൾ തരണം ചെയ്ത് അവരെ നിയമത്തിൽ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇടപെട്ടുകൊണ്ട് ഉമൈബയെയും അബ്ദുൾ റഹ്മാന്റെയും കുടുംബത്തിനെ നല്ല ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാക്കും. അതിനുവേണ്ടി നാടൊന്നാകെ കൈകോർത്തുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. അതിനുവേണ്ടി എല്ലാ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഞാൻ മഹൽവാസിയാണ് മുഹമ്മദ് കുഞ്ഞി. ഈ പറഞ്ഞ പോലെ അബ്ദുറഹ്മാൻ്റെ ഈ അസുഖത്തിൻ്റെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതൊക്കെ വലിയൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ആരായാലും അവരെ ഞങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കുക. അപ്പോൾ ഈ വിവരം ഞാൻ ഇന്നലെ പൊതുസമൂഹത്തെ അറിയിച്ച സമയത്ത് ചാരിറ്റി മേഖലയിലുള്ള പ്രിയ സുഹൃത്തുക്കളും അതേപോലെ തന്നെ നന്മ നിറഞ്ഞ കാരുണ്യ മനസ്കാരായ ഒരുപാട് ആളുകളും എന്നെ ബന്ധപ്പെട്ട സമയത്ത് ചോദിച്ച ഒരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ബാങ്കിൽ റിപ്പോർട്ട് അടിക്കാൻ പറ്റുമോ? ഫേസ്ബുക്ക് മാത്രമല്ലേ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. സത്യത്തിൽ ഞാനും കേട്ടിട്ടില്ല, എനിക്കും അറിയില്ല. ഇതിന് മുമ്പേ നമുക്കൊരു ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടിരുന്നു. മലപ്പുറം നമ്മൾ 2 കുട്ടികളുടെ തലാസമിയ ബാധിച്ച 2 കുട്ടികളുടെ വീഡിയോ ചെയ്ത സമയത്തും ഇങ്ങനെ റിപ്പോർട്ടിംഗ് അടിച്ചിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവയൊക്കെ ക്യാൻസൽ ആയിപ്പോയി. രണ്ടാമത് അവർ അപേക്ഷ കൊടുത്ത് 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് റീഓപ്പൺ ആയത്. റീഓപ്പൺ ആയ സമയത്ത് നോക്കുന്ന ഈ വീഡിയോ ഒരുപാട് ആളുകളുടെ വീഡിയോ പല ദയനീയതയും നമ്മുടെ നാട്ടിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വീഡിയോ ഡേറ്റ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവർക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവർ വിളിച്ച സമയത്ത് നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നടക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്നൊക്കെ കരുതി. പക്ഷേ ഇതിന് കൃത്യമായ വ്യക്തതയുണ്ട് എന്ന് ഈ കണ്ണൂരുള്ള ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഈ കമ്മിറ്റിക്കാർ പോയി കൃത്യതയോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ മാനേജറുമായിട്ട് സംസാരിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവര് ആര് ചെയ്തിരുന്നാലും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. അതുമായി തുടർന്ന് പോകും, അത് ഫോളോ അപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരുണ്യ മനസ്കരായ ഒരുപാട് ആളുകൾ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് വളരെയധികം സങ്കടാർഹമായി നാട് മുഴുവൻ ഈ ഒരു അബ്ദുറഹ്മാന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് വളരെയധികം സങ്കടത്തിലാണ്. കാരണം ഒരു ദിവസം മണിക്കൂറുകൾ കൊണ്ട് തന്നെ 5-6 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റിലായി. സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് പൈസ അയക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് അക്കൗണ്ട് ആക്കി മാറ്റി എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, അത് വളരെ നീചമായ പ്രവൃത്തിയാണ്. ഇതിനാരെങ്കിലും റിപ്പോർട്ട് അടിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും ലീഡർഷിപ്പ് നൽകിയിട്ട് ലീഡർഷിപ്പോട് കൂടിയിട്ട് മറ്റുള്ള ആളുകളെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ പെങ്ങന്മാരോ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ ബന്ധുക്കളോ ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. കാരണം എന്ന് വെച്ചാൽ നാളെ ഇതിനുള്ള പ്രതിഫലം പടച്ചോ നിങ്ങൾക്ക് നൽകുന്ന സമയത്ത് ഈ ലീഡർഷിപ്പ് നിൽക്കുന്ന ആളുകൾ നിങ്ങളെ സഹായിക്കുവോ? നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളെ സംരക്ഷിക്കുക? നിങ്ങൾക്ക് അതിനുള്ള
എന്ത് ശിക്ഷയാണ് പടച്ചോൻ നൽകുക എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. കാരണം അത്രയും സങ്കടാർഹമായ ഒരു വീഡിയോ ആണ്. അത്രയും സങ്കടത്തോടു കൂടി ആ കുടുംബത്തിന്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കി, ആ കുടുംബത്തിന്റെ അത്രയും ദയനീയത, അവർക്ക് വേറൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് വേറൊരു സഹായം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോയുമായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് സഹായം സമാഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വളരെ വൃത്തികെട്ട രീതിയിലുള്ള മനുഷ്യ മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ഈ കമ്മിറ്റിയിലുള്ള ഓരോ ആളുകളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ചോന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ നിയമത്തിന്റെ മുമ്പിലും പൊതുസമൂഹത്തിന്റെ മുമ്പിലും നമ്മൾ കൊണ്ടുവരും. നമ്മൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശക്തമായ കമ്മിറ്റിയുണ്ട്, ജനകീയ കമ്മിറ്റിയുണ്ട്. ഇതിൽ ജാതിയില്ല, മതമില്ല. നിങ്ങൾ കാണില്ല, പള്ളിയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. മാനുഷിക പരിഗണന മാത്രം, മനുഷ്യത്വം മാത്രം. ആ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള പ്രയത്നത്തിൽ മാത്രമാണ് ഈ നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ നാടിനെ പൂർണ്ണമായും വേദനിപ്പിച്ചുകൊണ്ട്, ആ നാടിനെ മൊത്തം ഒരു വേദനയിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രവൃത്തി ചെയ്ത ആരായാലും നിങ്ങൾക്ക് പടച്ചവന്റെ പരീക്ഷണങ്ങൾ ലഭിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയും നീചമായ പ്രവൃത്തിയാണ്. ഒരു ജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട് മുഴുവൻ വന്നിട്ടുള്ളത്. ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി, ആ ജീവനെ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവർ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ, ഇങ്ങനൊരു വളരെ സങ്കടാർഹമായ കാര്യം ചെയ്ത ആളുകൾക്ക് എന്ത് ശിക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത്? കാരണം ഇത് ഇപ്പോ ഒരു 2-3 മാസമായി റിപ്പോർട്ടിംഗ് അടി തുടങ്ങിയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുക, പിന്നെ മതിയാകുന്ന സ്ഥലങ്ങളിലേക്ക് വ്യൂസ് ലഭിക്കാതിരിക്കുക, അപ്പോ പിന്നെ വീഡിയോ മറ്റുള്ള ആളുകൾ കാണാത്ത രൂപത്തിലേക്കാക്കുക. എന്താണ് ഇവിടെ നടക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ ഇവിടെ നന്മയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നന്മയുടെ പേരിലുള്ള മത്സരമാണോ നടക്കുന്നത് എന്ന് അറിയണം. കാരണം നമ്മുടെ ഹൃദയം ആദ്യം ശുദ്ധമാവണം. നമ്മുടെ ഹൃദയം ശുദ്ധമായതിനു ശേഷം മാത്രമേ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നന്മയുമായിട്ട് മുമ്പോട്ട് വരാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരിക്കലും ഞാൻ പിന്നെ ഈ വിമർശിക്കുന്ന ആളുകൾ ഒരിക്കലും ഇങ്ങനെ നന്മ മുടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ വിമർശിക്കുന്ന ആളുകൾ കൃത്യമായി ആളുകൾക്ക് സഹായം ലഭിക്കണം എന്നുള്ള ചിന്താഗതിയിൽ മാത്രമാണ് വിമർശനങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നത്. ഒരിക്കലും അവര് മാനുഷിക പരിഗണന വിട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ മാനുഷികമായിട്ടുള്ള പരിഗണന ഏതൊരു രോഗികൾക്കും ലഭിക്കണം, അവർക്ക് അർഹമായ സഹായം ലഭിക്കണം, അവരുടെ കാര്യങ്ങൾ നടക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എത്രയോ കാര്യങ്ങൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഞാനും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം വെച്ചാൽ എന്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കും, എനിക്ക് വന്ന വീഴ്ചകൾ ഞാൻ മനസ്സിലാക്കും, എനിക്ക് വന്ന വീഴ്ചകൾ എന്താണെന്ന് ഞാൻ പരിശോധിക്കും, എന്നിട്ട് അതിനുള്ള തിരുത്ത് ഞാൻ കൊണ്ടുവരും. ഇപ്പൊ ഒരു രീതിയിലും ഓവർ ഫണ്ട് വരാനോ കാര്യത്തിനോ ഞാൻ നിൽക്കാറില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച വരുന്ന സമയത്ത്, ഒരു വിഷമത വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകൾക്ക് സഹായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓവർ ഫണ്ട് വന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് സഹായങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ചീത്ത വിളി കേൾക്കാൻ നമ്മൾ മാത്രമാണ്. അപ്പോൾ ഈ സഹായം ലഭിച്ച ആളോ സഹായം വാങ്ങിയ ആളോ സഹായം കൊടുത്ത ആളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആർക്കാണോ വേണ്ടത് അവരുടെ കാര്യം നടക്കട്ടെ, എന്നിട്ട് പിന്നെ മറ്റുള്ളത് പിന്നെ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. അത്രയും സങ്കടത്തോട് കൂടിയിട്ടാണ് നിങ്ങളോട് ഈ ലൈവിൽ പറയുന്നത്. ഇന്നലെ ഏതൊരു പ്രിയ സുഹൃത്തിന്റെ ലൈവില്, എന്റെ പ്രിയ സുഹൃത്തിന്റെ ലൈവില് ഒരാൾ പറയുന്നത് കേട്ടു, അമർഷാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമർഷാൻ ഒന്നുമല്ല, അമർഷാൻ ഒന്നും ചെയ്തിട്ടില്ല. അമർഷാൻ ചെയ്തത് എന്താണെന്നറിയോ? ഓരോ സൗഹൃദങ്ങളെ വിശ്വസിച്ചതാ. സൗഹൃദങ്ങൾ ചെയ്തു വെച്ച ഓരോ നീചമായ പ്രവൃത്തിയിൽ അമർഷാൻ കുടുങ്ങിപ്പോയതാ. അല്ലാണ്ട് അമർഷാൻ ഇന്ന് വരെ ഒരാളെടുത്തും, ഞാനിപ്പോ ഇവിടെ 3 വരുത്ത് വന്ന്, മൂപ്പരെടുത്തു, ഇവിടെ 3 വരുത്ത് വന്നില്ലേ? ഞാൻ എന്റെ ചെലവിൽ പെട്രോൾ അടിച്ചിട്ടാ വന്ന്. നിങ്ങൾ ആരെങ്കിലും പെട്രോളിന്റെ എന്തെങ്കിലും തന്നില്ല? പള്ളിന്റെ മുമ്പ് എന്നാ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കണം. ഇതുവരെ നമ്മൾ ആർക്കും ഒന്നിനും കൊടുത്തിട്ടില്ല. അല്ല, നിങ്ങൾ അങ്ങനെയല്ല പറയണ്ടേ. ഞാൻ പറയുന്നത് വെച്ചാൽ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പറയണ്ട. ഇപ്പൊ നമ്മൾ നിസ്കരിച്ച് വധുവോടുകൂടിയാ നമ്മളുള്ളത്. സത്യമായിട്ട് തന്നെ പറഞ്ഞാൽ മതി. എനിക്ക് എന്തെങ്കിലും നിങ്ങൾ തന്നിട്ടുണ്ടോ? ഇതുവരെ ഞങ്ങൾ കമ്മിറ്റി ഒന്നും അമർഷാക്ക് കൊടുത്തിട്ടില്ല. ഒരു പെട്രോൾ അടിക്കേണ്ട ഒരു നയ പൈസ പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല, ഞങ്ങൾ കൊടുത്തിട്ടുമില്ല. അത്രയും കൃത്യതയോടുകൂടി നമ്മളെ പിന്നെ തന്നെ പെട്രോൾ അടിച്ച് നമ്മൾ ഇവിടെ വന്ന് 60 കിലോമീറ്ററോളം ഇവിടെ വന്നിട്ട് ഇപ്പൊ 2-3 തവണ നമ്മൾ വന്ന് ആദ്യം അപേക്ഷ ലഭിച്ചാൽ നമ്മൾ അന്വേഷിക്കാൻ വരും. അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കും. അത് അർഹതപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കും. അവർക്ക് എവിടെ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കും. പേപ്പറുകൾ പരിശോധിക്കും, ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സുകൾ പരിശോധിക്കും, ഇതിന് ആരൊക്കെ സാക്ഷിയായി നിൽക്കുമെന്ന് പരിശോധിക്കും. ഒരു നാട് മുഴുവൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രം, ഒരു നാട് മുഴുവൻ ഇവർക്ക് വേണ്ടി അഭ്യർത്ഥന നടത്തുമെങ്കിൽ മാത്രമാണ് നമ്മൾ ഓരോ കേസ് ഏറ്റെടുക്കുന്നത്. അത്രയും അർഹതപ്പെട്ട, അത്രയും വേദനയിൽ കഴിയുന്ന, ഒരു തരത്തിലും സഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളെ വീഡിയോ മാത്രമാണ് നമ്മൾ എടുത്ത് പൊതുസമൂഹത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യരുത്.
രണ്ട് വാക്ക് ഉസ്താദ് പറയും. ഉസ്താദ് ഇവിടെ ഉണ്ടല്ലേ? ഉസ്താദ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രഥമമായ ലക്ഷ്യം ആ സഹോദരനെ സഹായിക്കുക എന്നുള്ള മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല കമ്മിറ്റി കൂടിയിട്ട് ഇതിനെന്തൊക്കെയാണോ നിയമ നടപടിയായി മുമ്പോട്ട് പോകേണ്ടത്. കാരണം ഇത് വലിയൊരു പ്രശ്നമാണ്, പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അബ്ദുറഹ്മാനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവർത്തനമായിട്ടാണ് കമ്മിറ്റിയും നാട്ടുകാരൊക്കെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി വന്നതിൽ വലിയ വിഷമമുണ്ട്. എന്തായാലും അമർഷൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇപ്പോൾ അത് ഫണ്ട് കളക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അതിന് ശേഷം ഇൻഷാല്ല ആലോചിച്ചിട്ട് എന്താണോ നിയമ നടപടി അതിന് വഴിക്ക് തീർച്ചയായും ഞങ്ങൾ ഉണ്ടാവും ഇൻഷാല്ല. ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണല്ലേ, ഇപ്പൊ ഈ കൂട്ടത്തില് കെ കുഞ്ഞിക്കണ്ണൻ ബായി ഉണ്ട്, പി പ്രഭാകരൻ ബായി ഉണ്ട്, വാസന്തി ചേച്ചിയുണ്ട്. നമ്മൾ നിൽക്കുന്നത് പള്ളിയുടെ മുമ്പിലാണ്, മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ്. അപ്പോ സുധാകരേട്ടനാണ് ഇതിന്റെ പഞ്ചായത്ത് മെമ്പർ. നമ്മൾ നിൽക്കുന്നത് മുസ്ലിം പള്ളിയുടെ മുമ്പിൽ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. കാരണം എന്താ, ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയം. ഇവിടെ BJP-കാരുണ്ടാവും, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും, ഇവിടെ കോൺഗ്രസ്സുകാരുണ്ടാവും, ലീഗ് ഉണ്ടാവും. അവരുടെ മനസ്സിലേ അതുള്ളൂ, അവരുടെ പാർട്ടി അവരുടെ മനസ്സിൽ. ഇത് നമ്മൾ മാനുഷികമായിട്ടുള്ള ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. അത് മുടക്കം വരുന്ന രീതിയിൽ, അത് മുടക്കണമെന്നുള്ള രീതിയിൽ ആർക്കൊക്കെയാണോ ഇതിന്റെ എന്താ പറയാ ഇതിന്റെ പേരിൽ പങ്ക് എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ പങ്ക് വഹിക്കുന്ന ഓരോ ആളുകളോടും പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളത് ചെയ്യൂ എന്റെ പൊന്നു സുഹൃത്തെ. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ, നിങ്ങളുടെ ഉമ്മയാണ് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉപ്പയാണ് ഇങ്ങനെ നിലവിളിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പെങ്ങളാണ് ഇങ്ങനെ നിലവിളിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മക്കളാണ് ഇങ്ങനെ നിലവിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യൂ. അങ്ങനെ എത്രയോ ദിവസമായി വീഡിയോ റിപ്പോർട്ട് അടിക്കുന്നു. ഈ വീഡിയോ റിപ്പോർട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാനിങ്ങനെ ചിന്തിക്കലെന്ന് പറഞ്ഞാല്, പിന്നെ പടച്ചവൻ അവർക്ക് കണക്കാക്കിയിട്ടുണ്ട്, അവർക്ക് വരും. അങ്ങനെ ഒരു ചിന്തയുള്ളൂ. പ്രാർത്ഥനയോടുകൂടി നല്ല ശുദ്ധ മനസ്സോട് കൂടിയിട്ട് ഓരോ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് പടച്ചവൻ എത്രയാണ് കണക്കാക്കിയത് അത് അവർക്ക് വരും. വീഡിയോ റിപ്പോർട്ട് അടിക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഒരു 10-50 ആളോ എനിക്കും വെച്ചിട്ട് എനിക്കും റിപ്പോർട്ട് അടിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരു മനുഷ്യന്റെ റിസ്ക് മുട്ടിക്കുന്ന ആള് എന്ത് തരം ഇബാദത്ത് എടുത്താലും അവൻ ഡയറക്റ്റ് നരകത്തിലാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരാൾക്ക് കിട്ടുന്ന നന്മ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരായാലും, അത് ഏതവനായാലും, അവന് ഡയറക്റ്റ് അവർക്ക് യാതൊരു എന്ത് വിധത്തിലുള്ള ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല. അപ്പോ ഞാൻ ഇപ്പോഴും പറയുന്നത്, വിമർശിക്കുന്നവരല്ല, ഈ ചാരിറ്റി മേഖലയിലുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് പൂർണ്ണമായി എനിക്കൊരു വിശ്വാസം തോന്നുന്നത് അങ്ങനെയാണ്. കാരണം വെച്ചാൽ അല്ലാണ്ട് വേറെ ആർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക? ഏതെങ്കിലും എന്താ പറയാ, ഒരു മനുഷ്യന്റെ അവസ്ഥ കാണുന്ന സമയത്ത്, ഒരു മനുഷ്യന്റെ ദയനീയത കാണുന്ന സമയത്ത്, ആ കുടുംബത്തിന്റെ സങ്കടം കാണുന്ന സമയത്ത്, ആ കുടുംബത്തിന്റെ കണ്ണീര് കാണുന്ന സമയത്ത് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവോ? മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കുണ്ടാവോ ഇങ്ങനെ ഒരു മനസ്സ്? സത്യമായിട്ട് സങ്കടത്തോടു കൂടി, വളരെ വിഷമത്തോടു കൂടി നമുക്ക് ഇതിലെന്താ ലാഭം? നമുക്ക് ആ പ്രിയ സഹോദരനെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാഹചര്യം ഒരുക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. ആ പ്രിയ സഹോദരന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളോടുകൂടി, ആ പ്രിയ സഹോദരന് വേണ്ടിയിട്ട് എന്തെല്ലാം സൗഹൃദം ഉപയോഗിച്ച്, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ സംവിധാനം ഉപയോഗിച്ച് സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക ചെയ്യുന്നത്. ആ സഹായ സമാഹരണം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ, ആ സഹായ സമാഹരണം തുടങ്ങുന്നതിന് മുമ്പേ, ആ സഹായ സമാഹരണം ബ്ലാക്ക് ലിസ്റ്റ് ആക്കിയിട്ട് ആ ബാങ്ക് ബ്ലോക്ക് ആക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത്. സത്യത്തില് എന്നോടാണോ നിങ്ങൾക്ക് എതിർപ്പ്? എന്നോടുള്ള എതിർപ്പ് എന്ന് വെച്ചാൽ പാവപ്പെട്ട രോഗികളോട് കാണിക്കരുത്. ഞാനിത് വളരെ സങ്കടത്തോടു കൂടി പള്ളിയുടെ മുമ്പിൽ എന്നിട്ട് പടച്ചവനെ മുൻനിർത്തി ഞാൻ പറയാം. കാരണം വെച്ചാൽ എന്നോടുള്ള എതിർപ്പ് നിങ്ങൾ പാവപ്പെട്ട രോഗികളോട് കാണിക്കരുത്. എന്നോടുള്ള എതിർപ്പ് എന്തെങ്കിലും എന്നോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ, ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് തീർത്തോളൂ. നിങ്ങളെ മുമ്പിൽ ഏത് സമയം, ഏത് ടൈമും ഞാൻ വരാൻ തയ്യാറാ. ഞാൻ കൃത്യതയോടും വ്യക്തതയോടും കൂടിയിട്ട് ചാരിറ്റി മുമ്പോട്ട് കൊണ്ടുവന്ന ആള്. ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല. നമ്മളെന്ന് പറയുന്ന ഒരു കൂട്ടം സൗഹൃദങ്ങൾ ട്രസ്റ്റിന്റെ രൂപത്തിൽ നമ്മൾ കൊണ്ടുവന്നത്. അത്രയും കൃത്യതയോടുകൂടി, വ്യക്തതയോടുകൂടി. മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും, അത് ആർക്കാലും സംഭവിക്കും. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലേ അത് തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകുന്ന ആളാണ് യഥാർത്ഥ മനുഷ്യന്. അപ്പൊ തെറ്റിലേക്ക് തന്നെ പോവുകയല്ല, തെറ്റ് തിരുത്തുക. ചാരിറ്റി ആയാലും ഏതായാലും ഏത് മേഖലയിലും നമുക്ക് തെറ്റുകളും പിന്നെ എന്താ പറയാ, നമ്മള് ഒരു സംഘടനയാകുന്ന സമയത്ത് പല ആളുകളും പല രൂപത്തിലായിരിക്കും. ഏത് രൂപത്തിലുള്ള ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഏത് രൂപത്തിലുള്ള ആളാണ് നമ്മളോട് സൗഹൃദമായി മുമ്പോട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ കൂടെ നടക്കുന്ന സമയത്ത്, അവർ കൂട്ടി നടക്കുന്ന സമയത്ത് അവരുടെ യഥാർത്ഥ മുഖങ്ങൾ വിളിച്ചു തീർന്നത്. അപ്പോ ഇപ്പോ വളരെ ശുദ്ധതയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി, വളരെ കൃത്യമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോ നിങ്ങളുടെയൊക്കെ സഹായം വേണം, നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. ആ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും ഒരുക്കണം. ആ വീഡിയോന്റെ ലിങ്ക് ഈ ലൈവിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കൈവിട്ടാൽ ആ കുടുംബത്തിന്, ആ നാഥന് ഇല്ലാതാവും.
ആ കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാവും. ആ മക്കൾ അനാഥരാകുന്ന രൂപത്തിലേക്കാവും. ആ ഉമ്മയുടെ കരച്ചിൽ കണ്ട്, ആ ഭാര്യയുടെ കരച്ചിൽ കണ്ട്, ആ മക്കളുടെ പൊട്ടിക്കരച്ചിൽ കണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം നിങ്ങൾ ചെയ്തു നൽകണമെന്ന് വളരെ സങ്കടത്തോടു കൂടി, വളരെ വേദനയോടുകൂടി ഈ നാട്ടുകാരൊക്കെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് അത്രയും സങ്കടത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കൈവിടരുത്. നിങ്ങളൊന്നും കൈവിടില്ല എന്നുള്ള വിശ്വാസമുണ്ട്. നിങ്ങളൊക്കെ സഹായിക്കുന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ സഹായിക്കാൻ പറ്റണില്ല. നിങ്ങൾ ചെയ്യുന്ന പൈസ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല. ആ അക്കൗണ്ടുകൾ മുടക്കുകയാണ്. ആ അക്കൗണ്ടുകൾ നിർജീവമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാണ്. ഇപ്പോ ഇന്നലെ വിളിച്ച ആളുകൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ ഒരു നിയമം വന്നിട്ടുണ്ടല്ലോ, UPI ട്രാൻസാക്ഷൻ, ഗൂഗിൾ പേ, ഫോൺ പേ, അതൊക്കെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് തെറ്റാണോ? ഞാൻ പറഞ്ഞു, എനിക്കും അറിയാം ഗൂഗിൾ പേ, ഫോൺ പേ, UPI ട്രാൻസാക്ഷൻ ഒക്കെ ലിമിറ്റേഷൻ വന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 200 ട്രാൻസാക്ഷൻ 24 മണിക്കൂർ എന്നുള്ള ലിമിറ്റേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഉപരി അത് 24 മണിക്കൂർ കഴിഞ്ഞാൽ റീഓപ്പൺ ആവും. ഇതൊന്നും റീഓപ്പൺ ആവാത്ത രീതിയിൽ ഇവര് ബാങ്കിങ്ങിന്റെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് അതൊരു ഫേക്ക് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുത്ത് ആ ബാങ്കിൽ നിന്ന് RBIക്ക് മെസ്സേജ് പോയി. ഇത് നിർജീവ്യമാകുകയാണ് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് ലിസ്റ്റ് ആകുക ചെയ്യുന്നത്. എന്തിന്? എന്താണ് നേട്ടം? എന്താണ് ഇതിനെ കൊണ്ടുള്ള നേട്ടം? പടച്ചവൻ ആ രോഗം നിങ്ങൾക്ക് തന്ന് പരീക്ഷിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഓരോ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രതിഫലമായി ഞാൻ ചിന്തിക്കാറെന്ന് വെച്ചാൽ, പടച്ചവനെ ഈ രോഗം തന്നെ എന്നെ പരീക്ഷിക്കല്ലേ, ഈ വേദന തന്ന് നമ്മളെ പരീക്ഷിക്കല്ലേ. ആ ഒരു പ്രതിഫലം മാത്രം ആഗ്രഹിച്ച്, ആ ഒരു പ്രതിഫലം മാത്രം ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മുടെ ചാറ്റി പ്രവർത്തനം. ഇത്രയും വൈകാരികരമായ ഞാൻ ഈ സംസാരിക്കുന്ന വെച്ചാൽ അത്രയും വേദന കൊണ്ടാണ്. ഈ നാട്ടുകാരുടെ മൊത്തം വേദനയാ. ഞാൻ മാത്രം പറയുന്നല്ല, ഈ നാട്ടുകാരെ മൊത്തം. നിങ്ങൾ ഞാൻ ബഷീർ പേരോളത്തുറമ്പ്. നേരത്തെ അമർ ഷാ പറഞ്ഞതുപോലെ തന്നെ, ഈ നാട്ടുകാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ ദയനീയമാണ് ആ സഹോദരൻ്റെ അവസ്ഥ. ആ സഹോദരൻ എൻ്റെ അയൽവക്കക്കാരനും കൂടി എൻ്റെ ബന്ധുവും ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും അറിയുന്ന ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടുകാർ, അതായത് ജനങ്ങളുടെ പ്രതിനിധിയായ പഞ്ചായത്ത് മെമ്പർ ചെയർമാനായിക്കൊണ്ട് ഒരു കമ്മിറ്റി എടുത്തത്. ആ കമ്മിറ്റിയുടെ തീരുമാനമാണ് ചാരിറ്റി ഏൽപ്പിക്കുകയും അവർ പെട്ടെന്ന് നമ്മൾക്ക് സഹായം എത്തിക്കുക എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇൻഷാല്ലാ ആ ലെവലിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നേരത്തെ അമർഷാൻ പറഞ്ഞതുപോലെ റിപ്പോർട്ടിംഗ് അടിച്ചുമെന്ന് ഏതോ നികൃഷ്ട ജീവികൾ ആരോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്തു തന്നെ കേട്ടെ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ രോഗിയുടെ ദയനീയ അവസ്ഥ പരിഹരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ട് പിറകെ പോകും എന്നത് വളരെ സുനിശ്ചിതമാണ്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നാട്ടുകാരുമായ ആളുകൾ, അയൽക്കാരുമായ ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ദയനീയാവസ്ഥ കേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും, പ്രിയപ്പെട്ട ഒരു മനുഷ്യത്വത്തിൻ്റെ അല്പമെങ്കിലും കണിക ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ സഹോദരനെ സഹായിച്ചുകൊണ്ട് ഈ ഉദ്യമം വിജയിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും സഹായിക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മാനുഷികമായ പരിഗണന മാത്രം വെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചാണ്. ഈ നാടും അങ്ങനെയാണ്. മലപ്പട്ടം എന്ന് പറയുന്ന നാട്, അതിൻ്റെ ഉൾപ്രദേശമായ അടിച്ചേരി എന്ന പ്രദേശം ശാന്തസുന്ദരവും വളരെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ സഹോദരനെ സഹായിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്റെ ഭർത്താവ് ഇതുവരെ എന്റെ മക്കളെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട് അവസ്ഥയിലാക്കിയിട്ടില്ല. എന്റെ ഭർത്താവിന് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അസുഖം വന്നതിനാണ് നിങ്ങളുടെ മുന്നിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് വന്നത്. സഹായിക്കണം, മാർക്കില്ലാത്തതാണ്.
പാർശ്വനെ ഓർത്ത് എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ മക്കൾ ഒന്നിച്ച് ജീവിച്ചേക്ക് പോലും തീർന്നിട്ടില്ല. ചെറിയ എൻ്റെ കുഞ്ഞു മക്കൾ. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ ഒരു മോനെ ഇത് അറിയോ നിങ്ങള്? ഈ മോന് ഈ മക്കള് ഒരു മോളും ഒരു മോനുമാ. ഈ മക്കള് വളരെ സങ്കടത്തോടു കൂടി വളരെ വേദനയോടുകൂടി ഉപ്പയുടെ അടുത്തിരുന്ന് ഉപ്പേനെ തിരിച്ച് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയിക്കാനില്ല, ഞങ്ങളുടെ ഉപ്പാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മുടെ മക്കളെ പോലെ നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ പോലെ കരുതിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അവരുടെ ഉപ്പാനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി, ആ ഉമ്മ കരഞ്ഞു പറയുന്ന മകനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി, ആ പൊട്ടിക്കരഞ്ഞു പറയുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി, അവരുടെ കുടുംബത്തിലുണ്ട് അവർ ഏക ആശ്രയമായ ആ പ്രിയ സഹോദരനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ മാറ്റി പൊതുസമൂഹത്തെ സമീപിക്കുന്നത്. അപ്പോ ഈ മോന്റെ മുഖം കണ്ടെങ്കിലേ, ഈ മോന്റെ വിഷമത കണ്ടെങ്കിലേ, ഈ മോനെ സങ്കടം കണ്ടെങ്കിലേ, ഈ മക്കളെ അനാഥരാക്കരുത് എന്നാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഈ മക്കൾ അനാഥരാവരുതെന്ന്, ഈ മക്കൾ ആവാതിരിക്കാൻ വേണ്ടി നാട് മുഴുവൻ ഒരുമിച്ചിരിക്കുന്നത്. അവരുടെ പിതാവിനെ തിരിച്ചു കൊടുക്കാൻ അവർക്ക് വേറൊരാളും ഇല്ലാത്തത് കൊണ്ടാ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം. അതേപോലെ ഈ ലൈവ് മാക്സിമം ഒന്ന് എല്ലാ ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ ഇതൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് വന്നത്, ഇന്ന് ഈ കുട്ടിയുടെ ഉപ്പാക്ക് വന്നത്, നാളെ ഒരു രോഗികൾക്കും ഇങ്ങനെ വരാൻ പാടില്ല. ഇത് കൃത്യമായി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട, ഇത് കൃത്യമായി പൊതുസമൂഹം പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഒരു രോഗികൾക്കും അർഹതപ്പെട്ട ഒരു രോഗികൾക്കും സഹായം ലഭിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ആവരുത് എന്നുള്ള രീതിയിലാണ് പൊതുസമൂഹത്തെ ഇങ്ങനെയുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയിൽ ഇങ്ങനെ ഒരു ലൈവ് വരണം. നാട്ടുകാർ മൊത്തം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈവ് വരണം, മറ്റുള്ള ആളുകൾ അറിയണം ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള സഹായങ്ങൾ മുടക്കുന്ന സംവിധാനങ്ങള് പല ആളുകളും ചെയ്യുന്നുണ്ട്. അത് നാട്ടുകാരെ നമ്മൾ അറിയിക്കണം. ഇത് എനിക്ക് വേണ്ടിയല്ല ഞാൻ ഇത്ര സൗണ്ടിൽ ശബ്ദം ഉയർത്തുന്നത്. എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എനിക്ക് മുന്നേ പരിചയമുള്ള ഒരാളുമല്ല ഇത്. അവരുടെ ദയനീയത കണ്ട സമയത്ത്, അവരുടെ വിഷമത കണ്ട സമയത്ത് ഞാൻ തികച്ചും മാനുഷിക പരിഗണന നൽകി മാത്രം അവരുടെ വീഡിയോ എടുത്ത് പൊതുസമൂഹത്തെ എത്തിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ എന്നോടുള്ള ശത്രുതയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ നന്മ മുടക്കാനുള്ള ഒരു ശ്രമങ്ങളാണോ, അതല്ലെങ്കിൽ അവർക്ക് ഫണ്ട് വരാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണോ, അതല്ലെങ്കിൽ അവര് ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരരുത്, ആ മക്കൾ അനാഥരായിപ്പോട്ടെ, അവർക്ക് പിതാവിനെ വേണ്ട, അവര് ആ സഹോദരൻ മരണത്തിലേക്ക് പോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു വിവരണം ഞങ്ങൾക്കറിയില്ല. മനുഷ്യരായി പറഞ്ഞ ഒരാളും ഇങ്ങനെ ചെയ്യില്ല. മാനുഷിക പരിഗണന നൽകുന്ന ഒരാളും ഇങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. അതുകൊണ്ട് പ്രിയ സൗഹൃദങ്ങളെ, ഈ ലൈവ് വീക്ഷിക്കുന്ന ഓരോ നന്മ നിറഞ്ഞ മനസ്സുള്ള ഓരോ ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യാനും ആ പിതാവിനെ, ഈ കുട്ടികളുടെ ആ പിതാവിനെ, ആ സഹോദരനെ, ഈ നാടിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. വളരെ സങ്കടത്തോടു കൂടി പള്ളിയുടെ മുമ്പിൽ നിന്ന് പടച്ചവനെ മുൻനിർത്തി വളരെ വിഷമത്തോടു കൂടി പറയുക, നിങ്ങൾ കൈവിടരുത്. കൈവിട്ടാൽ ആ ജീവൻ നിലച്ചു പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് പ്രിയ സൗഹൃദങ്ങളെ, കൈവിടല്ലേ. ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാ, കൈവിടല്ലേ നിങ്ങൾ. അത്രയും സങ്കടത്തിലാണ് ആ കുടുംബം. മിംസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ മിംസ് ഹോസ്പിറ്റലിൽ രക്തം കയറ്റിക്കൊണ്ടിരിക്കുക. ഏട്ടൻ പറയും, പുള്ളിയാണ് മജ്ജ കൊടുക്കുന്നത് അല്ലേ? എൻ്റെ അനിയനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നിങ്ങൾ കാണുന്ന സഹായങ്ങൾ, കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾ കാണുന്ന സഹായങ്ങൾ എല്ലാവരും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ എല്ലാവർക്കും സഹായിക്കും. മദ്യം കൊടുക്കുന്നത് ഞാനാണ്. മജ്ജയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. 50% ഓക്കെയാണ്. എന്നിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ അക്കൗണ്ട് 12 മണിയാകുമ്പോഴത്തേക്ക് ആക്റ്റീവ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ആളുകൾ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ ഇപ്പോഴുള്ള നിയമം അറിയാലോ, UPI ട്രാൻസാക്ഷൻ, അതേപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ കൂടിയിട്ട് 200 ട്രാൻസാക്ഷനേ ഉണ്ടാവും. അപ്പോൾ അടിയന്തരമായിട്ട് ആ പ്രിയ സഹോദരന് വേണ്ടി സർജറി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഹോസ്പിറ്റലുകാർ പൈസ കെട്ടിവെക്കാണ്ടൊന്നും ആരും ഒന്നും ഫ്രീ ആയിട്ടൊന്നും ആരും ഒരു കുട്ടിയും ചെയ്തു കൊടുക്കൊന്നുമില്ല.
അവർക്ക് കൃത്യമായിട്ടുള്ള പൈസ അവിടെ കിട്ടിയാൽ ശേഷം മാത്രമേ അവർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കൂ. അതല്ലെങ്കിൽ അവർക്ക് ഗവൺമെന്റ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിന് കിട്ടാനുള്ള പേപ്പർ വർക്കൊക്കെ അത് 3/4% ആയതിനു ശേഷം മാത്രമേ ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തൂ. അല്ലാതെ നമുക്കാരും ഫ്രീ തരുമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രിയ സഹോദരന്റെ സർജറി നടത്തണമെങ്കിൽ സുമനസ്സുകളായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കൂ. ആ പ്രിയ സഹോദരൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ നൽകുന്ന ഓരോ രൂപയുമായിരിക്കും ആ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരിക. അല്ലാതെ വേറെ മാർഗ്ഗമില്ല. നാട്ടുകാർ മാക്സിമം സഹകരിക്കുന്നുണ്ട്. നാട്ടുകാർ ഇതിനു മുമ്പേ ചികിത്സാ ചെലവും ഒക്കെ നാട്ടുകാരുടെയും സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ കാരുണ്യമായിട്ടുള്ള സഹായങ്ങൾ കൊണ്ട് തന്നെയാണ് നടന്നത്. പക്ഷെ ഇത് ഭീമമായ തുകയാണ്. 35 ലക്ഷം രൂപ വെറും സർജറിക്ക് മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത്. തുടർ ചികിത്സക്ക് എത്രത്തോളം രൂപ ചെലവ് വരുന്നത് യാതൊരു ഐഡിയയും ഇല്ല. പക്ഷെ ഇത് വെറും സർജറിക്ക് മാത്രമുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ നൽകുന്ന സഹായം ഡയറക്റ്റ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റണം. കാരണം വീണ്ടും അവർക്ക് നിൽക്കാൻ സമയമില്ല. ചിലപ്പോൾ ഓരോ നിമിഷം കഴിയുന്നോറും ആരോഗ്യസ്ഥിതി വളരെ മോശമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ അമർഷാന് വേണ്ടിയിട്ടല്ല, അമർഷാന്റെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ പരിചയത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ആകെ ഒരു തവണയാണ് ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ നേരിട്ട് കണ്ടത്. ആ ഒരു തവണ കണ്ടപ്പം തന്നെ, ആ കുടുംബത്തിന്റെ കൂട്ടക്കരച്ചിൽ കേട്ടപ്പോൾ തന്നെ, ആ കുടുംബത്തിന്റെ വിഷമത നേരിട്ട് അനുഭവിച്ചതിൽ തന്നെ ആ പ്രിയ സഹോദരനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിൽ ഉദിച്ചതിൽ പിന്നെയാണ് ഇങ്ങനൊരു വീഡിയോ എടുത്ത് പൊതുസമൂഹത്തിന്റെ വിശ്വാസത നമ്മൾ ഉറപ്പിച്ച് പൊതുസമൂഹം ഈ അബ്ദുറഹ്മാന് കൃത്യമായി സഹായങ്ങൾ നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് പടച്ചവനെ മുൻനിർത്തി ആ വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിൽ എത്തിച്ചത്. അൽഹംദുലില്ലാ പടച്ചവന്റെ കാരുണ്യം ഒരുപാട് സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് 5-6 ലക്ഷം രൂപ വന്നു. പിന്നെ വരാതിരുന്നത് ആരുടെയും തെറ്റല്ല. സുമനസ്സുകളായ നന്മ നിറഞ്ഞ ആളുകൾ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും സഹായങ്ങൾ ബാങ്കിൽ എത്തിപ്പെടാനുള്ള സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റിൽ ബാങ്ക് അക്കൗണ്ട് ആക്കിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, കൈവിടല്ലേ. നിങ്ങൾ കൈവിട്ടാൽ ആ പ്രിയ സഹോദരന്റെ ജീവൻ നിലച്ചു പോകും. ഈ മക്കളെ അനാഥരാക്കല്ലേ. ആ ചെറിയ പെൺകുട്ടിയും ചെറിയ മോനുമാണ് അനാഥരാക്കല്ലേ. പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ വിഷമത്തോടെ വളരെ വേദനയോടുകൂടി നിങ്ങളോട് അത്രയും അപേക്ഷിക്കുകയാണ്. നിങ്ങളൊന്നും ഈ അപേക്ഷ ഉപേക്ഷിക്കില്ല. ആ കുടുംബത്തിന്റെ പ്രതീക്ഷ നിരാശ ആവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം ആ കുടുംബം മൊത്തം ഇരുട്ടിലായിരിക്കുകയാണ്. ഇനി നിങ്ങൾ നൽകിയ ഓരോ നാണയത്തുണ്ടുകൾ ലഭിച്ചാൽ മാത്രമേ ആ ഇരുട്ടിൽ നിന്ന് ആ കുടുംബത്തെ നമുക്ക് വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങളെല്ലാം സഹായിക്കുമെന്നും നിങ്ങളെല്ലാം സഹകരിക്കുമെന്നും നിങ്ങൾ ആവശ്യത്തിനുള്ള സഹായങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും നാട്ടുകാരും ആ കുടുംബവും ഈ പിഞ്ചു മക്കളും ഒക്കെ. എന്താ പറയണ്ടോ? പറഞ്ഞോ. എൻ്റെ അനിയനെ എല്ലാവരും സഹായിക്കണം. ഓരോ ദിവസവും ചികിത്സാ സഹായത്തിന് വേണ്ടി പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആസ്പത്രിയിൽ ആസ്പത്രിയിൽ കിടന്ന പനിയാണ്. 10-ാം തീയതി പോയതാണ്. പനിയാണ്. പനി വരാൻ പാടില്ല. പനി വരാൻ പാടില്ല. പനി കുറഞ്ഞാലേ 2ാമത്തെ കീമോ ചെയ്യുമെന്ന് പറയുന്നു ഡോക്ടർ. അത് ചെയ്താൽ അടുത്ത ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാൻ പാടില്ല. എല്ലാവരും സഹായിക്കട്ടോ. ഇപ്പോൾ മെരിലോപ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു അപൂർവമായ ക്യാൻസർ രോഗം പിടിപെട്ട് മജ്ജ മാറ്റി വെക്കണം എന്നാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. ഇനി വേറൊരു ചികിത്സയോ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കുക. ആ മജ്ജ ഈ പ്രിയ സഹോദരൻ തന്നെയാണ് നൽകുന്നത്. ഈ പ്രിയ സഹോദരൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സർജറി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. ഒരുപാട് വൈകാര്യത്തോടെ കൂടി ഞാൻ ഈ സംസാരിക്കുകയുണ്ടായി. സങ്കടം കൊണ്ടാണ്. ഈ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ്. കാരണം ഒരു ജീവന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വളരെ സങ്കടത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വിഷമത കാണിച്ച്, ആ കുടുംബത്തിൻ്റെ സങ്കടം കാണിച്ച്, ആ കുടുംബത്തിൻ്റെ എന്താ പറയുക, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മാനോ അഭിമാനമോ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല. അവരൊക്കെ അതൊക്കെ മാറ്റിവെച്ച്
അപ്പോൾ ആ സ്ത്രീ പറയുന്ന കേട്ടിനോ നിങ്ങൾ, ഇന്ന് വരെ ഒരാളെ മുമ്പിലും കൈനീട്ടാതെ വളരെ നല്ല രീതിയിൽ നോക്കിയ എൻ്റെ ഇക്കാക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ പൊതുസമൂഹത്തിൽ ഇങ്ങനൊരു സഹായ അഭ്യർത്ഥനയായിട്ട് വരേണ്ടി വന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയ ഒരു അവസ്ഥ, നമ്മളെ പോലെ കണ്ട്, നമ്മുടെ കുടുംബത്തിനെ പോലെ കണ്ട്, നമ്മളെ പങ്ങന്മാരെ പോലെ കണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അപ്പോൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക, സഹായം മുടക്കരുത്. സഹായങ്ങൾ എങ്ങനെയൊക്കെ സമാഹരിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ സമാഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് പടച്ചോൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആവും. കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ കമ്മിറ്റിക്കാരോട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു പറഞ്ഞാൽ, ഈ നീചമായ പ്രവൃത്തി ചെയ്ത ആ വ്യക്തി ആരാണോ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, പൊതുസമൂഹത്തിൽ കാണിക്കുക. അപ്പോൾ അതിനുള്ള ബാങ്കിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഈ കമ്മിറ്റി ചെയ്യുന്നുണ്ട്. തീർച്ചയായും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ വിശ്വാസം. ബാക്കി അള്ളാഹ് കരീം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ആ സഹോദരൻ്റെ സങ്കടം, ആ സഹോദരൻ്റെ വിഷമതയോടുകൂടി നിങ്ങൾ പറയുന്ന കേട്ടില്ലേ, എൻ്റെ മക്കളെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, നമുക്കുണ്ടല്ലേ മക്കളെ, നമ്മൾ നമ്മളെപ്പോലെ കണ്ടെന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അപ്പോൾ ആ സങ്കടം നിങ്ങൾ കാണുക, ആ സങ്കടം നിങ്ങൾ മനസ്സിലാക്കുക, സഹായിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യുക. ബാങ്ക് ട്രാൻസ്ഫർ മാക്സിമം ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളൊരുമിച്ചാൽ, നമ്മളെല്ലാവരും കൈകോർത്താൽ ആ പ്രിയ സഹോദരനെ, ആ കുടുംബത്തിൻ്റെ അത്താണിയെ, ആ മക്കളുടെ ഉപ്പയെ, ആ ഭാര്യയുടെ ഭർത്താവിനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമാണ്, കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഈ നാട്ടിനും കുടുംബത്തിനും ഒക്കെ. ഇൻഷാ അല്ലാഹ് ലൈവ് കുറച്ച് ദീർഘിച്ചു പോയി. വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി. അസ്സലാമു അലൈക്കും.